എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു ട്രാവൽ വീഡിയോ ആണ്. കുറച്ച് നാളായിട്ട് ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് ഞങ്ങളുടെ ട്രാവൽ വീഡിയോ. അപ്പോൾ ഇന്ന് ഞങ്ങൾ ട്രിവാൻഡ്രത്ത് നിന്ന് പുനലൂരോട്ട് പോകാണ് ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ട്. ഇന്ന് നമ്മൾ പോകുന്ന റൂട്ട് കേശവസപുരം, നാലാഞ്ചിറ, വെമ്പായം, പിന്നെ വെഞ്ഞാറമ്മൂട്, കിളിമാനൂർ, ആ റൂട്ട്. അപ്പോൾ അവിടെ നിന്ന് എനിക്ക് തോന്നുന്നു ആയൂർ ചെന്ന് റൈറ്റ് എടുത്ത് അഞ്ചൽ പുനലൂർ, അതാണ് നമ്മൾ ഇന്ന് പോകാൻ ഉദ്ദേശിക്കുന്ന റൂട്ട്. എല്ലാവരും മറക്കാതെ ഇപ്പം തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ട് തീർന്നിട്ട് ലൈക്ക് ചെയ്യാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ മറന്നു പോകും. അതുകൊണ്ട് ഇപ്പം തന്നെ ലൈക്ക് ചെയ്തിട്ട് ബാക്കി വീഡിയോ കാണുക. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഞങ്ങളിപ്പോൾ പള്ളിച്ചൽ കഴിഞ്ഞ് പ്രാവച്ചമ്പലത്തോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ ഈ റോഡിന് വന്ന മാറ്റം കണ്ട. ഒരു 5 വർഷം മുന്നേ ഈ റോഡെല്ലാം വളരെ ചെറിയ റോഡ്, സിംഗിൾ ലൈൻ റോഡായിരുന്നു. ഇപ്പൊ ഇവിടുത്തെ റോഡെല്ലാം അതിഭീകരമായിട്ട് മാറിയിട്ടുണ്ട്. ഇത് പ്രാവച്ചമ്പലം ജംഗ്ഷനിൽ ഒരു ഫ്ലാറ്റ് വന്നിട്ടുണ്ടെന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റ്. ഇപ്പൊ നമ്മൾ നേമം എത്തിയിട്ടുണ്ട്. നേമം പോലീസ് സ്റ്റേഷൻ എല്ലാം ഇവിടെ റൈറ്റ് സൈഡാണ് കേട്ടോ. ഈ നേമം ജംഗ്ഷന് വന്ന മാറ്റം കണ്ട. നന്ദിലത്ത് ജിമാർട്ട്, QRS, പിന്നെ ഐഡിയൽ ഫർണിച്ചർ, അങ്ങനെ ഒത്തിരി ഷോറൂം ഇവിടെ ആയിട്ടുണ്ട്. ട്രിവാൻഡ്രം ഭയങ്കരമായിട്ട് വളർന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കരമന എത്തിക്കൊണ്ടിരിക്കുകയാണ്. നീറമൻകര കഴിഞ്ഞ് കരമന പാലം കഴിഞ്ഞു. നമുക്ക് കരമന ജംഗ്ഷൻ അടുത്ത ജംഗ്ഷനാണ്. നമുക്ക് ഇവിടെ നിന്ന് റൈറ്റ് കയറി പോകാൻ പറ്റും. നമ്മളിന്ന് പൂജപ്പുര വഴിയാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് റൈറ്റ് കയറി പോവാം. അപ്പം നമ്മൾ പൂജപ്പുര എത്തിക്കൊണ്ടിരിക്കുകയാണേ. വർഷങ്ങളായിട്ട് ഇവിടെ വലിയ മാറ്റമൊന്നും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഇവിടുത്തെ ഈ മരവും ഈ തണലും ഇതെല്ലാം ഇങ്ങനെ വർഷങ്ങളായിട്ട് മെയിൻറ്റെയിൻ ആയിട്ട് ഇരിക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ലെഫ്റ്റ് ആണ് പോകാനുള്ളത്. പൂജപ്പുര സർക്കിളിൽ നിന്ന് ഇവിടുന്ന് സ്ട്രെയിറ്റ് പോയ കാട്ടാക്കടയാണ്. ഇവിടെ നമ്മുടെ ഈ ലെഫ്റ്റ് സൈഡിലാണ് പൂജപ്പുര സെൻട്രൽ ജയിലെല്ലാം വരുന്നത്. LBS അല്ലേ? LBS അല്ലേ? LBS എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ട് ലെഫ്റ്റ് സൈഡിൽ. ഈ റൈറ്റ് സൈഡിലെ നമ്മളിപ്പോൾ ഈ ലെഫ്റ്റ് എടുത്തിട്ട് റൈറ്റ് സൈഡിൽ കാണുന്നത് പൂജപ്പുര മൈതാനമാണ്. ഇവിടെ ട്രിവാൻഡ്രത്തുള്ള അത്യാവശ്യം ആഘോഷങ്ങളുടെ എല്ലാം വരുമ്പോൾ ഉള്ള പല വേദികളിൽ ഒരെണ്ണമാണ് ഇത്. ഇവിടെ ലെഫ്റ്റ് സൈഡിലാണ് ജയിൽ വരുന്നത്. അപ്പൊ ഇവിടെ ജയിൽ ആഹാരം, ജയിലിലുള്ള ആളുകൾ ഉണ്ടാക്കുന്ന ഫുഡ് ഉണ്ടല്ലോ, അതിന്റെ ഔട്ട്ലെറ്റ് ഇതാണ്. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ്. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് നേരെ ജഗതിയിൽ പോയിട്ട് ജഗതിയിൽ നിന്ന് വഴുതക്കാട് വഴിയാണ് നമ്മൾ ഇന്ന് പോകുന്നത്. അങ്ങനെ നമ്മൾ വഴുതക്കാട് എത്തിയിട്ടുണ്ട്. ഇതാണ് വഴുതക്കാട് ആനിമസ് ഗ്രീൻ സ്ക്വയർ. നമുക്ക് ഇവിടെ നിന്ന് സ്ട്രൈറ്റ് നമ്മൾ പാളയമാണ് പോകുന്നത്. ബേക്കറി, നമ്മൾ നേരെ ബേക്കറി ജംഗ്ഷൻ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് പാളയത്ത് പോകും. അത് കഴിഞ്ഞ് നമ്മള് കേശവസുരം, പട്ടം കേശവസുരം, PMG പട്ടം കേശവസുരം ചെന്നിട്ട് റൈറ്റ് എടുക്കണം. ഇല്ല, രാവിലെ വലിയ തിരക്കില്ല. നമ്മളിന്ന് ഞായറാഴ്ച രാവിലെ ആയതുകൊണ്ടാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ സമയത്തൊക്കെ നല്ല തിരക്കായിരിക്കും. സമയം ഇപ്പൊ 9:40. നമ്മളെ മോളിൽ കൂടെ പോകുന്നതേ ബേക്കറി ജംഗ്ഷനിലുള്ള ഫ്ലൈ ഓവറാണേ. അപ്പൊ ഇതിപ്പം ആ ബേക്കറി ജംഗ്ഷൻ മൊത്തത്തിൽ ബൈപ്പാസ് ചെയ്ത് ഇതിന്റെ മുകളിൽ കൂടെ വരാൻ പറ്റും. അതുപോലെ ഇതടുത്ത് പാളയം അണ്ടർപാസ് ആണ് ഈ നേരെ പോകുന്നത്. നമുക്ക് താഴോട്ട് ഇറങ്ങണ്ട, നമുക്ക് ലെഫ്റ്റ് കയറി ഇതാണ് പാളയം ജംഗ്ഷൻ മുകളിലുള്ളത്. ഇവിടെ പള്ളിയുണ്ട്, മോസ്ക് ഉണ്ട്, അമ്പലമുണ്ട്. മതസൗഹാർദ്ദത്തിന്റെ ഒരു സെന്ററാണ് ഇത്, ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയം. നമുക്കപ്പോൾ ഇവിടെ നിന്ന് നേരെ പോകുന്നത് മ്യൂസിയത്തിൽ നിന്ന് എവിടെ പോകും? വെള്ളയമ്പലം. നമുക്ക് ഇവിടെ നിന്ന് ഈ ലെഫ്റ്റ് എടുത്താണ് പോകാനുള്ളത്, പട്ടം കേശവസുരം പോകാൻ വേണ്ടിയിട്ട്. ലെഫ്റ്റ് സൈഡിൽ ഈ കാണുന്നതാണ് നിയമസഭാ മന്ദിരം. ഈ കാണുന്നതാണ്. ഇത് PMG പ്ലാനറ്റോറിയം ഈ കാണുന്നതാണ്, ലെഫ്റ്റ് സൈഡിൽ കാണുന്നത്. റൈറ്റ് സൈഡിലാണ് LIC പട്ടം മെയിൻ ഓഫീസ്. പിന്നെ ഇവിടെ നിന്ന് ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ നമുക്ക് ലെഫ്റ്റ് എടുത്ത ഉടനെ ലെഫ്റ്റ് സൈഡിലാണ്
SUT അല്ലേ, സിറ്റി ഹോസ്പിറ്റൽ. SUT ഹോസ്പിറ്റൽ. പിന്നെ ഇവിടെ നിന്ന് ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ ഇവിടെ നമ്മളെ ട്രിവാൻഡ്രത്തുള്ള പണ്ട് തൊട്ടേ ഉള്ള ആശുപത്രികളെല്ലാം ഇവിടെ ലെഫ്റ്റ് സൈഡിലാണ്. GG ഹോസ്പിറ്റൽ, കോസ്മോ അല്ലേ. പിന്നെ അതിലെ നേരെ മെഡിക്കൽ കോളേജിലും എത്താൻ പറ്റും. പിന്നെ ഈ ലെഫ്റ്റ് സൈഡിൽ കിംസിലും പോകാൻ പറ്റും അതുവഴി. ഈ ലെഫ്റ്റ് സൈഡിൽ ഇരിക്കുകയാണ് കേരള പബ്ലിക് സർവീസ്. കേരള PSC ഓഫീസ് ഇതാണ്. തലപ്പാക്കട്ടി ബിരിയാണി. തലപ്പാക്കട്ടി ഇവിടെ ഉണ്ട്. കേശവാസൂർ എത്തി. എന്തായാലും ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ആണ് ഇത്രയും പെട്ടെന്ന് നമുക്ക് കവർ ചെയ്ത് പോകാൻ പറ്റുന്നത്. ഓണത്തിരക്ക് കഴിഞ്ഞു. പിന്നെ ഞായറാഴ്ചയാണ്, അതുകൊണ്ട് തിരക്കില്ല. ഇതാണ് കേശവാസൂരം ജംഗ്ഷൻ. ഇവിടെ നിന്ന് ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ ഉള്ളൂര് നമുക്ക് പോകേണ്ട റൈറ്റ്. MG കോളേജ് റൈറ്റ് സൈഡിൽ ഇരിക്കുന്നതാണ് MG കോളേജ്. അപ്പൊ നമ്മളിപ്പം ഈ കാണുന്നതാണ് മാറി വാന്യൂസിന്റെ മെയിൻ ഗേറ്റ്. ഫ്രണ്ടിൽ ഇതാ ഈ കാണുന്ന ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് മാറി വാന്യൂസ് കോളേജ്, മാർ ബസേലിയസ് കോളേജ്. ഇതെല്ലാം ഇതിനകത്താണ് കേട്ടോ. മാറി വാന്യൂസ് കോമ്പൗണ്ടാണിത്. നമ്മൾ 4-5 ഇപ്പം. അപ്പൊ അങ്ങനെ നമ്മൾ മണ്ണന്തല എത്തിയിട്ടുണ്ട്. ഇതാണ് മണ്ണന്തല സർക്കിൾ. അമ്മു എന്ത് ചെയ്യണ്? പുറത്ത് നോക്കിക്കൊണ്ടിരിക്കുന്ന കാഴ്ചകളൊക്കെ കണ്ടോണ്ടിരിക്കുകയാണോ? ഓക്കെ, എങ്ങനെയുണ്ട്? കൊള്ളാമോ? ഓക്കെ. ഇനി ഒരു 75 കിലോമീറ്റർ വരുമോ? നമ്മൾ മണ്ണന്തല വരെയാണ് ഈ ട്രിവാൻഡ്രം സിറ്റി എന്നുള്ള ഡബിൾ ലൈൻ ഉള്ളത്. മണ്ണന്തല കഴിഞ്ഞാൽ പിന്നെ സിംഗിൾ ലൈനാണ്. പഴയ റോഡ്, വളഞ്ഞു പൊളഞ്ഞുള്ള റോഡാണ്. ഇവിടെ നിന്ന് കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഹൈ റേഞ്ച് കയറുന്ന ഒരു ഫീലാണ്. എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് വളവും തിരിവും കയറ്റവും ഇറക്കവും, ഇങ്ങനെ കയറും ഇറങ്ങും അങ്ങനെയാണ് റോഡ്. കണ്ട റോഡിന്റെ സ്വഭാവം മാറി തുടങ്ങി. ട്രിവാൻഡ്രം സിറ്റിയിൽ തന്നെയാണോ, സിറ്റിയിൽ ഇത്ര അടുത്ത് തന്നെയാണോ എന്ന് നമുക്ക് തോന്നിപ്പോവും. അത്രയും നല്ല കർവുള്ള ടെറൈൻസ് ആണ്. ഹൈ റേഞ്ച് കയറും പോലെ. രണ്ട് സൈഡിലും ബിൽഡിങ്സ് ഉണ്ടെന്നേ ഉള്ളൂ. കുറച്ചുകൂടെ പോയി കഴിഞ്ഞാൽ അതും കാണൂല. ഇതാ കണ്ട, നമ്മളിപ്പം മണ്ണന്തല കഴിഞ്ഞിട്ട് ഒരു 2-2.5 കിലോമീറ്റർ ആവേ ഉള്ളൂ. എന്താ ഈ സ്ഥലം കണ്ടു കഴിഞ്ഞാൽ സിറ്റിയിൽ ഇത്രയും അടുത്തുള്ള സ്ഥലമാണെന്ന് ആരെങ്കിലും പറയൂ? നല്ല കർവുകളും മരങ്ങളും, എന്നാ സൈഡിൽ ഫ്ലാറ്റുകൾ നിൽപ്പുണ്ട്. ആണ് ഞാൻ പറഞ്ഞത്. ഇവിടെ കൂടെ പോകുമ്പോൾ നമുക്ക് ട്രിവാൻഡ്രം സിറ്റിയിൽ ഇത്രയും ക്ലോസ് ആയിട്ട് ആണ് ട്രാവൽ ചെയ്യണമെന്ന് നമുക്ക് തോന്നൂല. റോഡ് കണ്ട. നമ്മളിപ്പോൾ വട്ടപ്പാറയാണേ. നമുക്ക് ഇവിടെ നിന്ന് ലെഫ്റ്റ് ആണ്. നമ്മൾ വെമ്പായം എത്തിയിട്ടുണ്ടേ. വെമ്പായം ജംഗ്ഷനാണ് ഫ്രണ്ടിൽ കാണുന്നത്. ഇവിടെ നിന്ന് റൈറ്റ് പോയി കഴിഞ്ഞാൽ നെടുമങ്ങാട്. ഈ റൈറ്റ്, ഇവിടെ നിന്ന് റൈറ്റ് നെടുമങ്ങാട് പോവും. നമുക്ക് ഇതാണ് പഴയ MC റോഡ്. ഇങ്ങനെ തിരിഞ്ഞു പോകും. അപ്പം നമ്മൾ പുതിയ MC റോഡിലെത്തി. പഴയ MC റോഡ് വഴിയാണ് ഇത്രയും ദൂരം നമ്മൾ ഓടി വന്നത്. ഈ ഫ്രണ്ടിൽ കാണുന്നത് പുതിയ MC റോഡാണ്. അതായത് കഴക്കൂട്ടത്തിൽ നിന്ന് വരുന്ന റോഡ്. ലെഫ്റ്റിൽ കഴക്കൂട്ടം, റൈറ്റിലോട്ട് കോട്ടയം. അങ്ങനെ പറയണല്ലേ എളുപ്പം. ഇത് വെഞ്ഞാറമ്മൂട് അല്ലേ? ഇത് വെഞ്ഞാറമ്മൂട്. വെഞ്ഞാറമ്മൂട് ജംഗ്ഷൻ എത്തിയിട്ടില്ല. അതിൽ ഈ സ്ഥലം വെഞ്ഞാറമ്മൂട് തന്നെയാണ്. വെഞ്ഞാറമ്മൂട് ഈ ജംഗ്ഷൻ, അതായത് വെമ്പായത്തിൽ നിന്ന് വെഞ്ഞാറമ്മൂട് വന്ന് കയറി ഉടനെ ലെഫ്റ്റ് സൈഡിൽ ഒരു ഇന്ത്യൻ കോഫി ഹൗസ് ഉണ്ട്. വലിയ തെറ്റില്ലാത്ത ഇന്ത്യൻ കോഫി ഹൗസ് ആണ്. റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു, എല്ലാ കോഫി ഹൗസുകളും നമുക്ക് വിശ്വസിച്ച് കയറാൻ പറ്റില്ല. ഇത് കൊള്ളാന്നുള്ള, വലിയ തെറ്റില്ല, കൊള്ളാന്ന്. ഭീകര ഫുഡൊന്നും അല്ല, എന്നാലും ആവറേജ് ഡീസൻറ്റ് ഫുഡാണ്. അപ്പൊ ഇനി നമുക്ക് നേരെ പോവാം. ഇവിടെ കുറച്ച് ബ്ലോക്ക് ഉണ്ടല്ലേ. ഇതേ സ്ഥലമാണ് കാരറ്റ് അല്ലേ? ക്യാരറ്റ് അല്ല, കാരറ്റ് സിഗ്നൽ ഉണ്ടല്ലോ. നമ്മള് MC റോഡ് അധികം വന്നിട്ടില്ല. ഇപ്പൊ മറ്റേ റോഡ് പൊളിഞ്ഞു തുടങ്ങിയപ്പോഴാണ് ഈ റോഡ് യൂസ് ചെയ്ത് തുടങ്ങിയത്. ഇന്നത്തെ ട്രിപ്പ് നമുക്ക് പുനലൂര് പോയ റോഡ് തന്നെ വരണം. കിളിമാനൂർ എത്തി അല്ലേ? നമ്മൾ പെട്ടെന്ന് ഓടി എത്തണുണ്ട് കേട്ടാ. സൺഡേ അല്ലേ? തിരക്ക് കുറവുണ്ട്.
മഴ വരുന്നത് പോലെ. സമയം 10:30. കിളിമാനൂര് കഴിഞ്ഞ് ജസ്റ്റ് ഫ്രണ്ടിലോട്ട് വന്നു. ഇവിടുന്ന് റൈറ്റ് കിടക്കുന്ന ഈ റോഡ് കടയ്ക്കൽ പോകാൻ പറ്റുന്ന റോഡാണ്. ഇവിടുന്ന് കുറച്ച് ഫ്രണ്ടിൽ വരുമ്പോൾ ഇവിടെ ഒരു ഫേമസ് ആയിട്ടുള്ള ഹോട്ടലുണ്ട്. കണ്ടാ, വഴിയോരക്കട. നല്ല തിരക്കുണ്ട്. എപ്പോൾ വന്നാലും ഇവിടെ തിരക്ക് തന്നെയാണ്. നല്ല മീൻ കറി, നല്ല തലക്കറി എല്ലാം കിട്ടും ഇവിടെ. നമ്മളങ്ങനെ ചടയമംഗലം എത്തിയിട്ടുണ്ടേ. സമയം 10:46. ഇവിടെ എന്തോ ഫംഗ്ഷൻ നടക്കുന്നുണ്ടല്ലേ റൈറ്റ് സൈഡിൽ. ഓണം പ്രമാണിച്ചുള്ള എന്തെങ്കിലും ഫംഗ്ഷൻ ആയിരിക്കും അല്ലേ? അപ്പൊ നമുക്കിനി ആയൂര് ചെന്നിട്ട് കാണാം. നമ്മളിപ്പോ ആയൂരെത്തിയേ. നമുക്ക് ആയൂര് ഇന്ന് റൈറ്റ് ആണ് പോകാനുള്ളത്. നമ്മളെ സിഗ്നൽ ഓൺ ആയിട്ടുണ്ട്. നമുക്ക് ഇവിടുന്ന് റൈറ്റ് കയറി പോകാം. ആക്ച്വലി നമുക്ക് സ്ട്രെയിറ്റും പോകാൻ പറ്റും, പക്ഷെ ഈ റൂട്ട് ആകുമ്പം കുറച്ച് ദൂരം കൂടുതലാണ്. പക്ഷെ നമുക്ക് നല്ല ഫ്രീ ആയിട്ട് യാത്ര ചെയ്യാൻ പറ്റും. അതാണ് ഈ റൂട്ടിൻ്റെ പ്രത്യേകത. ഇവിടെ നിന്ന് അടുത്ത മെയിൻ ജംഗ്ഷൻ അഞ്ചലാണ്. അഞ്ചലിൽ നിന്ന് ലെഫ്റ്റ് എടുത്ത് നമുക്ക് പുനലൂര് പോവാം. ഈ റൂട്ട് ഭയങ്കര രസമാണ് കേട്ടോ. ഭയങ്കര പച്ചപ്പും ഭയങ്കര ഫീലാണ്. നമ്മൾ ആ MC റോഡിൽ നിന്ന് അകത്തോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ വേറെ ലെവലാണ്. സ്ഥലങ്ങളാണെങ്കിലും ഫുള്ള് റബ്ബർ ആണെങ്കിൽ പോലും രണ്ട് സൈഡും മരങ്ങളും വളഞ്ഞ് പൊളഞ്ഞ്. അതും ഇപ്പോൾ ഇവിടുത്തെ റോഡുകളെല്ലാം ഇവർ നല്ല റബ്ബറൈസ്ഡ് ടാറിങ് ഒക്കെ ആക്കി കിഡിലെ റോഡുകളാക്കിയിട്ടുണ്ട്. പണ്ട് റോഡ് വളരെ മോശമായിരുന്നു ഇവിടുത്തെ. ഇപ്പം അടിപൊളി റോഡാക്കിയിട്ടുണ്ട്. അപ്പം നമുക്ക് സൂപ്പറായിട്ട് ഇങ്ങനെ ഫ്രീ ആയിട്ട് കൂളായിട്ട് റിലാക്സ് ചെയ്ത്, അതായത് ഡ്രൈവ് ചെയ്ത് നമ്മൾ ഹാപ്പി ആവും. അങ്ങനത്തെ ഒരു ഫീല് തരുന്ന റൂട്ടാണത്. നമുക്ക് വലിയ ആയാസമൊന്നുമില്ല. ഒരുപാട് ഗിയർ ചേഞ്ചിങ്ങോ അങ്ങനൊന്നും വരുന്നില്ല. ഒഴുകി പോവാം. ആ ഫ്രണ്ടിലോട്ടുള്ള വ്യൂ നോക്ക്. നിറയെ കമുക് കണ്ടാ, തെങ്ങ്, വാഴ. അമ്മ കാണുന്നുണ്ടോ ഇതൊക്കെ? അവിടെ പച്ചക്കറി കൃഷി നടക്കുകയാണ്. പന്തലിട്ടിരിക്കുന്ന കണ്ട, പാവലോ ഏതോ ആണത്. ഇവിടെ വാഴ, മരച്ചീനി, കപ്പ അല്ലേ? നമ്മളെ നാട്ടിലൊക്കെ പണ്ട് തൊട്ടേ മരച്ചീനി എന്നാണ് പറയുന്നത്. ഇങ്ങോട്ടൊക്കെ വരുമ്പോഴാണ് കപ്പ എന്ന് പറയുന്നത്. ഇപ്പോഴും ട്രിവാൻഡ്രത്ത് എല്ലായിടത്തും കപ്പ എന്ന് തന്നെയാണ്. ഈ പോപ്പുലേഷൻ മിക്സ്ഡ് പോപ്പുലേഷൻ ആയല്ലോ. പണ്ട് മരച്ചീനി എന്ന് തന്നെയാണ് പറയുന്നത്. ഇവിടെ നിന്ന് നേരെ പോകുന്നതാണേ അഞ്ചൽ ജംഗ്ഷൻ. നമുക്ക് ഇവിടെ നിന്ന് ഈ ലെഫ്റ്റ് എടുത്ത് പോകാൻ പറ്റും. ഇതാണ് ഞാൻ പറഞ്ഞ ബൈപ്പാസ്. അപ്പം നമ്മൾ ഈ അഞ്ചൽ പുനലൂർ റോഡിൽ വന്ന് കയറി കേട്ടാ. അപ്പൊ ഈ റൂട്ട് ഭയങ്കര രസമാണ് കേട്ടാ. ഇങ്ങനെ വളഞ്ഞ് തിരിഞ്ഞ് പൊളഞ്ഞ് നല്ല റോഡ്. നല്ല നീറ്റായിട്ട് ടാർ ചെയ്തിട്ടുള്ള റോഡ്. പുനലൂർ സ്ട്രെയിറ്റ്, ശബരിമല സ്ട്രെയിറ്റ്, ആലഞ്ചേരി റൈറ്റ്. നമ്മളിപ്പോ എത്തിയ സ്ഥലം കരവാളൂർ അല്ലേ? ഇനി നമുക്ക് കുറച്ച് ഒരു 10 മിനിറ്റ് വേണ്ടി വരുള്ളൂ അല്ലേ പുനലൂർ എത്താൻ. പുനലൂർ ചെങ്കോട്ട മറ്റേ ട്രെയിൻ ഉണ്ടല്ലോ, കൊല്ലം മധുരയിൽ പോണ ട്രെയിനുണ്ട് ചെങ്കോട്ട വഴി. അതിലൊരു ദിവസം യാത്ര ചെയ്യണമെന്നൊരു ആഗ്രഹമുണ്ട്. അത് ഇപ്പോഴും ഉണ്ട്. പണ്ട് അത് ഇതായിരുന്നു, മീറ്റർ ഗേജ് ആയിരുന്നു. ഇപ്പൊ അത് ബ്രോഡ് ഗേജ് ആക്കി. ട്രെയിൻ സർവീസ് ഇപ്പോഴും ഉണ്ട്. അത് ഭയങ്കര ഭംഗി എന്നാണ് പറയുന്നത്. ആ ട്രെയിൻ പോകുന്ന അതിന്റെ രണ്ട് സൈഡുമേ. നമ്മൾ ഈ റോഡിൽ നിന്ന് കുറച്ച് മാറി നോക്കിക്കഴിഞ്ഞാൽ, കുറച്ച് ദൂരോട്ട് നോക്കിക്കഴിഞ്ഞാൽ നല്ല കണ്ട മലനിരകളാണ്. ഫുൾ പ്ലാന്റേഷൻസും. ഭയങ്കര രസം കേട്ടോ. പച്ചപ്പ് തരുന്ന ഫീല് ഭയങ്കരമാണ് അല്ലേ? അപ്പൊ ആ ട്രെയിനില്ലേ, ആ ട്രെയിൻ പോകുന്ന ആ ട്രാക്കാണ് നമ്മൾ ഈ തെന്മല പോണ വഴിക്ക് 13 കണ്ണറപ്പാലമൊക്കെ കണ്ടിട്ടില്ലേ? അതിന്റെയൊക്കെ മുകളിൽ കൂടെയാണ് പോണത് ആ ട്രെയിൻ. പുനലൂർ ലെഫ്റ്റ് കൊട്ടാരക്കര കേട്ടാ. റൈറ്റ് പോയ തെന്മല. പിന്നെ ഇവിടെ നിന്ന് റൈറ്റ് എടുത്ത് ഈ പാലം കയറി ഉടനെ ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് എടുത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് പത്തനംതിട്ട പോവാം. നമ്മൾ ശബരിമലയൊക്കെ പോകണമെങ്കിൽ ആ റൂട്ടാണ് പോകാറുള്ളത്.
ഇവിടുത്തെ പഴയ ഒരു പാലം, തൂക്കുപാലം ഉണ്ടല്ലേ? തൂക്കുപാലം കാണിച്ചു തരാം. പുനലൂർ തൂക്കുപാലം. ഇവിടെ നിന്ന് റൈറ്റ് എടുത്തിട്ട് ഫ്രണ്ടിൽ കാണാം. നമുക്കിപ്പം നോക്കാം. അതിപ്പം വണ്ടിയൊന്നും പോകാൻ പറ്റൂല, പക്ഷെ ആളുകളൊക്കെ പോവാന്നാണ് തോന്നുന്നത്. പുനലൂർ തൂക്കുപാലം. ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ടല്ലോ, കേരള സർക്കാരിന്റെ സംരക്ഷിത സ്മാരകമാണ് കേട്ടോ. ഇപ്പം സംരക്ഷിത സ്മാരകം കേടുവരുത്തുകയോ വിരൂപമാക്കുകയോ ചെയ്യുന്ന ഏതൊരാൾക്കും 5000 രൂപ പിഴയുണ്ട്, കഠിന തടവ്, 3 മാസത്തോളം വരാവുന്ന കഠിന തടവുണ്ട് കേട്ടോ. അമ്മ നമുക്ക് നടക്കാം. ഇതാണ് തൂക്കുപാലം. ഇതിന്റെ കൺസ്ട്രക്ഷൻ കണ്ട ഇത് കണ്ട, ഇതെല്ലാം പീസ് ഇട്ടിട്ട് ബോൾട്ടിൽ നിർത്തിയിരിക്കണം. ബോൾട്ട് ഇട്ടാണ് നിർത്തിയിരിക്കുന്നത്. കരിങ്കല്ലാണ് ഫുള്ള്. നോക്ക്, പഴയ കരിങ്കല്ല് പണിയാണ്. എന്ത് കിടിലായിട്ട് ചെയ്തേക്കണം നോക്ക്. ശംഖുമുദ്രയൊക്കെ ഉണ്ട്. അടുക്ക് അടിപൊളി കേട്ടാ. തുരുമ്പ് വന്നോളെ. അത് വരും. അത് ഹാങ്ങിങ് ബ്രിഡ്ജ് അല്ലേ, അപ്പൊ അതിന്റെ ഷേക്ക് ഉണ്ടാവും. ഇവിടെ ഒത്തിരി ആളുകൾ വരുന്നുണ്ട്. ആഹാ, അമ്മ എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ട? അതിന്റെ ഫ്ലോറിങ് എല്ലാം കണ്ടോ? തടിയാണ്, പക്ക തടി വെച്ചിട്ടാണ് ഇതിന്റെ പരിപാടി മൊത്തം. നമുക്ക് പോവാം. അപ്പം നമ്മള് പുനലൂര് തൂക്കുപാലം കണ്ടിട്ട് അവിടെ നിന്ന് തിരിച്ചു. നമുക്കിനി പോകേണ്ടത് പുനലൂർ കൊട്ടാരക്കര റൂട്ടിലോട്ടാണ്. ഇവിടെ നിന്നൊരു 3 കിലോമീറ്റർ കൂടെയാണുള്ളത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവരും ഞങ്ങളെ മാക്സിമം സപ്പോർട്ട് ചെയ്യണം. പിന്നെ നമ്മളെ ഫാമിൻ്റെ അപ്ഡേറ്റ് ഉടനെ ഉണ്ടാവും. പിന്നെ ട്രാവൽ വീഡിയോസും നമുക്ക് ഇനി ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവും. അപ്പം നല്ല നല്ല വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.